ആരോഗ്യകരമായ മുന്നൊരുക്കം ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കാണുന്നുണ്ട്. പ്രഷർ, പ്രമേഹം, അതുപോലെ കൊളസ്ട്രോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നേരത്തെ തന്നെ കാണാറുണ്ട്, ചെറിയ പ്രായത്തിലേ കാണുന്നുണ്ട്. കൂടാതെ ചില സ്ത്രീകൾ ഏതെങ്കിലും അസുഖങ്ങൾക്ക്, സീഷർ അതായത് അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്ക് തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാവാം. ചിലർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ചില സ്ത്രീകളൊക്കെ നമ്മൾ ഗർഭമായിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് HB ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും HB നോക്കുമ്പോൾ 8, 7 അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡെഫിഷ്യൻസീസ് കാണുന്നു. മറ്റു ചിലർ ഏതെങ്കിലും അസുഖത്തിന്, ഇപ്പോൾ TB പോലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അത് കഴിഞ്ഞാലേ പ്രഗ്നൻസി ആകാവുന്ന നിർദ്ദേശം ഉണ്ടാകും. ചില മരുന്നുകൾ കഴിച്ചാൽ അത് നിർത്തിയിട്ടും 5-6 മാസത്തിന് ശേഷമേ ഗർഭിണിയാകാവൂ എന്ന നിർദ്ദേശങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഗർഭത്തെ ബാധിക്കുന്നത്? ചിലപ്പോൾ അബോർഷനാകാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശാരീരിക വൈകല്യങ്ങൾക്ക് കാരണമുണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻസി പീരീഡിൽ വളർച്ചക്കുറവ്, വെള്ളക്കുറവ്, പ്രീ ടേം പെയിൻ, അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസിനും ഇത് കാരണമാകാം. അതുകൊണ്ട് നമ്മൾ ആരോഗ്യപരമായിട്ടൊരു തയ്യാറെടുപ്പ് ആവശ്യമാണ്. ഇതിനാണ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട്, ഓരോ വ്യക്തിക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് അതെല്ലാം പരിഹരിക്കുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, അനീമിയ, തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ട് പ്രഗ്നൻസി ആവുന്നതാണ് ഏറ്റവും നല്ലത്.